അപ്പോൾ ഇന്നലെ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റായി ഉറങ്ങാനായിട്ട് ഇതിലെന്തേ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു. മഴയായിരുന്നു കേട്ടോ, ചെറുതായിട്ട് നനഞ്ഞു. മഴ പെയ്യില്ലാന്നാണ് വിചാരിച്ചത്. എന്തായാലും ഇന്നും രാവിലെ അതേ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അളിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർ നെക്സ്റ്റ് ടൈം പള്ളിയിൽ പോയേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ എണീറ്റ് ഇന്നലെ കുറേ ലേറ്റ് ആയിരുന്നു ഉറങ്ങാൻ. 12 മണിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇതാ മറ്റേ സൗണ്ട് അല്ലേ, ട്രെൻഡിങ് വീഡിയോസ് ഒക്കെ സൗണ്ട് കേട്ടില്ലേ. അപ്പൊ ചായ വെച്ചു. ഇന്നലെ നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് മുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്. എന്നാലും 2-3 പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അത് ഇവിടെ ഇരിക്കുന്നത്, അത് ഇനി കഴുകണം. ഇന്നലെ കഴുകിയില്ല. ചേച്ചി വന്നാൽ പിന്നെ പാത്രം കഴുകാനായിട്ട് ആളുണ്ട്. അല്ല, ഞാനിപ്പോ കഴുകും. 2-3 പാത്രം. അത് മുകളിൽ നമ്മൾ കറിക്ക് കൂട്ടായ പാത്രം, റിട്ടേൺ വന്ന പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കഴുകാൻ. മുകളിൽ വെച്ചിട്ട് പോന്നാതിയായിരുന്നു ചേച്ചി കഴുകുന്നത്. ഇല്ല, അത് നമ്മുടെ അവര് കുറച്ച് കഴുകി തന്നു. അല്ലാണ്ട് പിന്നെ 12 മണിയല്ലേ, ഇവരാണെങ്കിൽ ഗ്രേസ് ഉറങ്ങി. സ്റ്റീവ് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും അവശതയായി. കാരണം നേരത്തെ 7-8 മണിയൊക്കെ ആകുമ്പോ ഉറങ്ങണ ആൾക്കാരല്ലേ. ഞാൻ അവന്റെ അടുത്ത് പോയി കിടത്താനൊക്കെ വന്നത്. പിന്നെ ഞാൻ പണി ചെയ്യാനൊന്നും നിന്നില്ല. അന്ന് നമുക്ക് ചായ വെക്കാം. ഏലക്കായ ഇട്ടിട്ടുള്ള ചായ വെക്കണേ. അപ്പൊ നമ്മുടെ മൗണ്ട് ഫേബിൾസിന്റെ ഏലക്കായ ഉണ്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ഓൺലൈനിൽ നിന്ന് ചെറുതായിട്ടും തട്ടിയതാ. നന്നായി. ഓൺലൈനിൽ നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കട്ടെ. ഇവിടുത്തെ ചായയിലൊക്കെ നല്ലതാ. ആ ഏലക്കായ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഏലക്കായാണേ. നമ്മള് കടയിൽ നിന്ന് മേടിക്കണേക്കാളും ഒരു ഇച്ചിരി ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം. പിന്നെ എന്താ പറയാ, നല്ലതാണ്. നല്ല ഏലക്കായ. ഇനി ഓർഡർ ചെയ്യണം എനിക്ക്. ഇവര് ചായയില നല്ലതാണ്. ചായപ്പൊടി നല്ല ചായപ്പൊടിയാണ്. ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ ഗരം മസാല, ഇപ്പൊ അവരുടെ ഞാൻ ഗരം മസാല യൂസ് ചെയ്യണം. പൊടിച്ചിട്ട് ഇപ്പൊ ഇത്രയും കൂടി ഉണ്ട്. കഴിയുമ്പോ പറയാം. നമുക്ക് ഇപ്പൊ ഗരം മസാല ഇപ്പൊ കടയിൽ പോയി ഇപ്പൊ ഇത്രയും ഗ്രാമാണ് ഇത്ര ഗ്രാമാണെന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ അറിയില്ലെങ്കിൽ ഇവരുടെ അടുത്ത് എന്താ പറയാ, കറക്റ്റ് അളവില് പാക്ക് ചെയ്ത് കറക്റ്റ് അളവിലുള്ളൊരു ഏലക്കായ മിക്സ് ഉണ്ടല്ലോ. ആ ഒരു സാധനം ചാലക്കുടി മാർക്കറ്റിൽ പോയി മേടിച്ചിട്ട് വരാറുണ്ട്. ഇത്ര ഗ്രാം അല്ല, നമ്മള് കടയിൽ പോയാലും അവർ എടുത്ത് തരും. പക്ഷെ ഇപ്പൊ നമുക്ക് പോവാനൊന്നും പറ്റണില്ല. നമുക്ക് ഓൺലൈനിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മുമ്പ് ചാലക്കുടി മാർക്കറ്റിൽ ഏത് കടയിൽ നിൽക്കല്ല, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് എത്ര 50 രൂപയ്ക്ക് 25 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞ മസാല കൂട്ടെന്നും പറഞ്ഞു. പക്ഷെ മസാലക്കൂട്ടില് കറക്റ്റ് അളവായിരിക്കണം. സാധനങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ആ ടേസ്റ്റിൽ കറിയില് റിഫ്ലക്ട് ചെയ്യും. നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവൊക്കെ പോയി അറിയുന്ന ആൾക്കാരുണ്ടാവും. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും നല്ല കറക്റ്റായിട്ട് അറിയാം. എക്സ്പീരിയൻസ് അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു മുമ്പൊക്കെ. എക്സ്പീരിയൻസിലാണെങ്കിൽ ഓക്കെ. പിന്നെ തക്കോലം അത് ഇത് അങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞാൽ നമ്മള് കറക്റ്റ് അളവിൽ നമ്മൾ ഓർഡർ ചെയ്യാൻ സാധനം കിട്ടും. അപ്പൊ ഈ ഒരു ജനറേഷന്റെ തിങ്കിങ് ആണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു ഫോർ യുവർ തിങ്കിങ്. ഓക്കെ, ആയിക്കോട്ടെ. അതിന് പാല് തിളക്കണം നോക്കിയിരിക്കാം, എന്നിട്ട് ബാക്കി പരിപാടികൾ. ഞങ്ങൾക്ക് മീൻസ് ഞാനും എല്ലാവരും കൂടിയും കുറച്ച് കഴിയുമ്പോൾ പെരുമ്പാവൂര് പോകും. കാരണം പെരുമ്പാവൂര് അവിടെ നമ്മുടെ എൻ്റെ ഡയറ്റ് ഡോക്ടർ ഉണ്ടല്ലോ, ഡയറ്റ് ഡോക്ടറിൻ്റെ ഫാമുണ്ട്. അപ്പോൾ ആ ഫാമിൽ കോഴിക്കാർക്ക് മീനുണ്ട്. അപ്പോൾ കുറച്ച് മീനെ മേടിക്കണം. അപ്പോൾ അവിടുന്ന് മീനെ കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ പോണത്. ആക്ച്വലി എൻ്റെ പ്ലാനിങ്ങിന് അപ്പുറത്താണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ സമയം ഗുഡ് മോർണിംഗ് ഡോറടയ്ക്കുന്ന സൗണ്ട് കേട്ടപ്പോ. അപ്പോൾ എനിക്കൊരു ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതായിരുന്നു. പക്ഷെ ആളിപ്പോൾ പെട്ടെന്ന് മീനെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് പോയി എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരണം. അത്യാവശ്യം സൈസുള്ള മീനാണ് ഞാൻ കണ്ടിട്ട്. അപ്പോൾ അതിനെ കൊന്ന് ഞാൻ നേരെ നമ്മുടെ അവിടുത്തെ ഫാം ഹൗസിലെ കിണറ്റിലിടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്താവുമെന്ന് അറിയില്ല. ചിലപ്പോൾ അതോടുകൂടി തീരും. വെള്ളത്തിൻ്റെ pH ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് മഴ പെയ്ത് കിടക്കണ കാരണം
അത് ചിലപ്പോൾ ഓക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ കഷ്ടപ്പെട്ട് പെരുമ്പാവൂർ പോയി കൊണ്ടുവരുന്ന മീനുകളെ നല്ല രീതിയിൽ ഒരാപത്തും അപകടം കൂടാതെ അത് വളർന്നു വരാനായിട്ട്. പണ്ട് ഞാനൊരു 10-80 മീന് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് 50 മീൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് ആകെ 3 മീനാണ് എനിക്ക് ജീവനോടെ കിട്ടിയത്. ഞാനിവിടെ ടാങ്കിലും അവിടെ കിണറ്റിലൊക്കെ കൊണ്ടുവിട്ടു. ഓരോ ദിവസം ഓരോന്ന് 2 വെച്ച് ചത്തി ലാസ്റ്റ് ഒരു 3 എണ്ണം ഇപ്പോഴേ അവിടുത്തെ കിണറ്റിലുണ്ട്. പിന്നെ ഇവരെ അവിടെ കൊണ്ടിടാനും പോണേ, എങ്ങനെയാവുമെന്ന് അറിയില്ല. നോക്കട്ടെ. നല്ല ഭംഗിയുള്ള മീനുകളാണ്, സൂപ്പർ മീനുകളാണ്. സൂപ്പർ വാട്ടർ അയ്യോ തുമ്മല്ലേ വാട്ടർ ഇവിടുന്ന് വാട്ടർ ഇവിടെ നിന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു എവിടുന്ന് വാട്ടർ വന്നിന്ന് ചോദിക്കാ. മറ്റേ ഇലയുടെ തുമ്പത്തിരിക്കുന്ന വാട്ടർ എവിടെ? ലെഫ്റ്റ് സൈഡിലുള്ള ഇലയുടെ. ഇഷ്ടേ മതി. കഴിഞ്ഞു വെള്ളം. എനിക്ക് വെള്ളം എനിക്ക് കൊടുക്കണം. അപ്പൊ വെള്ളം തരും നമുക്ക്. ഞങ്ങളുടെ പുതിയ പ്രകൃതി സ്നേഹി പ്രകൃതി സ്നേഹിയാക്കി മാറ്റണം. അറിയില്ല, ചിലപ്പോ ഇതൊരു പ്രകൃതി സ്നേഹിയായിട്ട് പറയാൻ ചാൻസ് ഉണ്ട്. മൃഗങ്ങളൊക്കെ ഇഷ്ടമാണുണ്ടോ? പക്ഷെ പ്രകൃതിയോട് എത്ര സ്നേഹം ഉണ്ടെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. അല്ലേടാ സ്നേഹി? കൊച്ചിന് കോഴീനെ ഇഷ്ടാണോ അപ്പേനെ ഇഷ്ടാണോ? ഉണ്ടോ? കൊച്ചിന് ജോണിന് ഇഷ്ടാണോ ബിങ്കോന് ഇഷ്ടാണോ? ആണോ? ജോണിന് ഇഷ്ടാണോ അപ്പേനെ ഇഷ്ടാണോ? ഒന്നുമൊത്ത്. സ്റ്റീവിന് അമ്മേനെ ഇഷ്ടാണോ അപ്പേനെ ഇഷ്ടാണോ? അന്ന് സ്റ്റീവിന് കോഴീനെ ഇഷ്ടാണോ അപ്പേനെ ഇഷ്ടാണോ? അതല്ല ഇപ്പൊ പറഞ്ഞേ. അന്ന് സ്റ്റീവിന് കോഴീനെ ഇഷ്ടാണോ അമ്മേനെ ഇഷ്ടാണോ? നീ ആളോ ഭയങ്കര ശൂത്രനാ വേണ്ടിട്ടോ. നീ ഭയങ്കര ശൂത്രനാണ്. പിന്നെ ഗ്രേസിന്റെ ബുദ്ധികളൊക്കെ ഓരോന്ന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ശൂത്ര മണിക്ക്. സ്റ്റീവിന് ഫിഷിന് ഇഷ്ടാണോ ഡോഗിന് ഇഷ്ടാണോ? ആളങ്ങട് ആരെ വിഷമിപ്പിക്കാത്ത രീതിയിലെല്ലാം പറയുന്നു. അപ്പേ ഇന്നലെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ മുകളിലൊക്കെ. ആ സ്പ്രേ ചെയ്ത വെള്ളം എന്താണ് ആയിരിക്കാം. ചില മണി പ്ലാന്റിൽ വെള്ളം ഇങ്ങനെ ഓട്ടോമാറ്റിക് തന്നെ വേണം. ഇത് അറിയില്ല. ഞാൻ എല്ലാത്തിനും എല്ലാ ദിവസവും സ്പ്രേ ചെയ്യുന്നുണ്ട്. ഒഴിച്ചോ? നമ്മള് ചൈന ഡോളിനും പനയ്ക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വെള്ളം ഒഴിച്ചോ? ചൈന ഡോളിന് കുറെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചീഞ്ഞു പോവും. പനിയും ചീഞ്ഞു പോവും. ഞാൻ എല്ലാത്തിനും വെച്ചാലും എല്ലാത്തിനും ഒഴിച്ചു പോയിട്ടുണ്ട്. കുട്ടുമണി സംഗൃത നോട്ടത്തിലെ സംഗൃത പമകരി പഠിക്കണ്ട നീ. അപ്പയ്ക്കും കൊടുത്ത അമ്മയ്ക്കും നന്നായിട്ട് അമ്മയ്ക്ക് നഷ്ടം തരണേ. താങ്ക് യു. അപ്പയ്ക്ക് സാലറിയണില്ല നമ്മ കൊടുക്കണ്ട. അപ്പയ്ക്ക് രണ്ടാമത് ഉമ്മ അല്ലേ? ആദ്യം അപ്പയ്ക്ക് ഉമ്മ വരുമോ? ഉമ്മ കൊടുക്കട്ടെ അപ്പയ്ക്ക്. ഒരെണ്ണം കൊടുത്തുള്ളൂ, ഒരെണ്ണം കൂടി കൊടുക്കോ? ചായ കിട്ടോ? ഞാനുള്ള ഊറ്റാറ്. എപ്പോ? ഞാൻ അവിടുന്ന് കൈയും കാലും പിടിച്ചു കൊണ്ടുവന്ന ചായ കിട്ടുമെന്ന് ചായത്തേക്ക് പോയാളെ
ചായ തിളച്ചു പോയിന്നേ പാല്. അതിന്റെ ആ ഒരു മെയിൻ സാധനം ഇതിന്റെ മീറ്റ് അതിന് മാത്രമുള്ള ചായ ഒന്നും കുടിക്കാനില്ലേ. അതല്ല എന്നിട്ട് പറയാ വിഷമായി പോയി. ആ പാല് തിളച്ചു പോകുമ്പോ അതിന്റെ ആ ഒരു നല്ലൊരു സാധനം ഉണ്ടാവില്ലേ, അത് പോയി. ആര് പറഞ്ഞു ചായ കുടിക്കുമ്പോ അങ്ങനത്തൊക്കെ നല്ലതല്ലേ? പാട കഴിക്കുന്നതാണ് ഇഷ്ടമില്ല. ഓ, ആ പാലിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ആ പാൽപ്പാടയും ഒക്കെ ഉള്ളതായിരുന്നു. ഇല്ല അങ്ങനൊന്നുമില്ല. നല്ല ചൂടുണ്ടല്ലേ? പാട വീണട്ടെ, പാടുണ്ട്. പക്ഷെ അതിന്റെ ഒരു മെയിൻ സാധനം അതാണ് ഞാൻ പറഞ്ഞത്. പൊഹയല്ല പൊകം കേട്ടാ. പൊകമാണ് പൊകം അല്ല പൊകമല്ല. ഞാൻ സ്റ്റീവിന്റെ കഥ ഞാൻ പറയാറ് ആണോ? എനിക്ക് എപ്പോഴും തെറ്റാറുള്ള വേർഡ് എന്നിട്ടായിരുന്നു അറിയോ? കരളിനെ കളർ എന്ന് പറയും. കരള് കളറ്. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കരൾ. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻ പറയണേ. എന്നിട്ട് ശിവ കരള്. പക്ഷെ എനിക്ക് കരളാണോ കളറാണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻ എന്ന് പറയണേ. ശിവൻ ഉണ്ടാ? ആ കൊച്ചിന്റെ കപ്പിൽ ഒഴിക്കാം കേട്ടാ. അതിരിക്കാട്ടാ. സ്റ്റീവിനും എടുത്തോ. സ്റ്റീവ് അനിലങ്കളുടെ കൂടെയാണ് ചായ കുടിക്കണേ അത് അമ്മേന്റെ കൂടെയാണ് ചായ കുടിക്കണേ? അമ്മേന്റെ കൂടെ ചായ കുടിക്കണേ? കൊച്ചിന്റെ കപ്പിലും കൂടി എടുക്കായിരുന്നു. അവിടെ ചെല്ലുമ്പോ വേണം ചോദിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് വെക്കല്ലേ. ഞാൻ പിടിക്കാൻ നോക്കും. എനിക്കും കൂടെ വയ്ക്കോ ചേട്ടാ? ഞാൻ കൈ പിടിക്കാം. അതിലുണ്ട്. അതിന് പകുതി വെച്ചാൽ മതി. എന്നാ എനിക്ക് ഒഴിക്കായിരുന്നു. ഞാനൊരു കപ്പ് എടുത്തിട്ട് വരാം. കുറച്ച് വെച്ചു. സ്റ്റീവിന് എന്തായാലും വേണം? മതി മതി മതി. ഓക്കെ ഫിറ്റ് ആയിട്ടാ. ഞാൻ എന്റെ കൊണ്ട് എടുക്കട്ടെ എന്നിട്ട് പോവാ. ആ പിടിച്ചോളാം. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അനിലളിയന് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അളിയ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കൈയടിക്കാൻ ആരില്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് കൈയടിക്കാം. ഹാപ്പി ബർത്ത്ഡേ. ആ അതെ തന്നെ. വീണ്ടും താങ്ക് യു. അതിന് ദൈവം കോടാനുകോടി വർഷം ഇനിയും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. കോടാനുകോടി വർഷം ജീവിക്കണോ? ഡൈനോസറുകളൊക്കെ അങ്ങനെയായിരുന്നോ? ഓ എനിക്ക് ചായ ഉണ്ടാട്ടോ. അതറിയണാവോ? അത് മിടി ചേട്ടന് കൊണ്ടുവന്നു, ഞാനൊരെണ്ണം കൂടി ചേട്ടന് കൊണ്ടുവന്നു. നിന്റെ മധുരം ഇച്ചിരി കുറവായിരിക്കും. കാരണം ഷുഗർ പേഷ്യൻ്റ് ആക്കേണ്ട ആവശ്യം ഞാൻ മധുരം കുറച്ചിട്ടുള്ളൂ. എനിക്കറിയായിരുന്നു. അപ്പം അനിലേട്ടൻ മീൻ മേടിക്കാനായിട്ട് പോകാൻ പോവാണ്. അപ്പം ചേട്ടൻ മീൻ മേടിക്കാനായിട്ട് പോകണ്ടോ. ഇന്ന് ഉച്ചക്കലത്തേക്ക് മീനെ വറക്കാനായിട്ട് പോവാം. ചേട്ടൻ തീ പോകുന്നു. ചേട്ടൻ പോവാ.